ഒടുവിൽ ബോയിംഗ് സ്റ്റാർലൈൻ പേടകം ഭൂമിയിലേക്ക്. പക്ഷേ സുനിത വില്യംസ് ഇല്ലാതെ. ഇന്ത്യൻ വംശജ സുനിത വില്യംസ് ഉൾപ്പെടെ നാസയുടെ 2 ബഹിരാകാശ യാത്രികരുമായി വിക്ഷേപിച്ച ബോയിംഗ് സ്റ്റാർ പേടകം സെപ്റ്റംബർ 6-ന് ഭൂമിയിലെത്തുമെന്ന് നാസ. ഹീലിയം ചോർച്ചയും ഒന്നിലധികം ത്രസ്റ്ററുകളുടെ പ്രശ്നങ്ങളും ഉൾപ്പെടെ നിരവധി വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിലാണ് പേടകത്തിന്റെ മടക്കം. സെപ്റ്റംബർ 6-ന് ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30-നാവും പേടകം ബഹിരാകാശ നിലയത്തിൽ നിന്നും വേർപെടുക. 6 മണിക്കൂറിന് ശേഷം ന്യൂ മെക്സിക്കോയിലെ വൈറ്റ് സാൻഡ് സ്പേസ് ഹാർബറിൽ പേടകം ലാൻഡ് ചെയ്യും. പാരച്യൂട്ടുകളുടെ സഹായത്തോടെയാകും പേടകം ഇറങ്ങുക. തകരാറുള്ള പേടകത്തിൽ തിരികെ വരുന്നത് ഉചിതമല്ലാത്തതിനാൽ സുരക്ഷാ കാരണങ്ങളാൽ ബഹിരാകാശ യാത്രികർ വരുന്ന വർഷം ഫെബ്രുവരിയിൽ സ്പേസ് എക്സിന്റെ ഡ്രാഗ് ക്യൂ പേടകം വഴിയായിരിക്കും ഭൂമിയിലെത്തുക. ഒരാഴ്ച മാത്രം ആയുസ് നിശ്ചയിച്ചിരുന്ന ദൗത്യമാണ് സാങ്കേതിക തകരാറുകൾ കാരണം മാസങ്ങളോളം നീണ്ടുപോയത്. ജൂൺ 5-ന് വിക്ഷേപിച്ച സ്റ്റാർലൈൻ പേടകം ജൂൺ 6-ന് ബഹിരാകാശ നിലയത്തിലെത്തി. ഹീലിയം ചോർച്ചയുണ്ടായതിനെ തുടർന്ന് പലവട്ടം യാത്ര മാറ്റിവെച്ചു.